ആദ്യം വരിക. ബുക്ക് എഴുതെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല. ആർക്കും ഇഷ്ടമില്ല. ഭയങ്കര ഞങ്ങൾ പരസ്പരം പറയുന്നത് എല്ലാവരും. അതിന് ശേഷം പൊടി മനസ്സിലാവും. പറഞ്ഞാൽ എന്താ അതിന് ശേഷമാണ് ശരിക്കും കമ്പനി അതായത് ഇവിടേക്ക് വന്നത്. ഇങ്ങനെ വന്ന് ഞങ്ങൾ പറയല്ലേ ഒരു ബിരിയാണി ഏൽപ്പിച്ച 30 ആളുണ്ടാവും. ഒരു ഓട്ടോസ് ഒരു കോംപ്രമൈസ് ഇല്ല. എല്ലാം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അത്രയും കണക്ഷൻസ് ഉണ്ട് മൂപ്പര്. അപ്പൊ അതിനോണ്ടാണ് എന്തായാലും മിസ് ചെയ്യും. പിന്നെ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താണെങ്കിലും എന്ത് റീൽ കണ്ടു കഴിഞ്ഞാലും ഈ റീലും നമുക്ക് ചെയ്യണം. ഇവർക്ക് ഒരാവശ്യമില്ല ഓൺലൈനിൽ ചെയ്യേണ്ട. അത് അയച്ചത് നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്താലോ അല്ലെങ്കിൽ ഇത് ഗ്രൂപ്പിലിട്. ഞാൻ ചിലപ്പോൾ മറന്നിട്ട് അടുത്ത ഗ്രൂപ്പിലിട്. നിങ്ങളുടെ മൂപ്പര് പേഴ്സണലി അയക്കും അല്ലാതെ അയക്കും. അത് മനസ്സിലായി എല്ലാവരും കാര്യം നോക്കി നടത്തണം. എന്തായാലും അത് മിസ് ചെയ്യും. സാറെ പറ്റി പറയുകയാണെങ്കിൽ KC ആണ് ആദ്യത്തെ. KC പോകുന്ന സമയം മുതൽ തന്നെ ഫിറോസ് സാർ പറഞ്ഞിട്ടുണ്ട് അടുത്തൊക്കെ വരാനുള്ള പുള്ളി മനസ്സിലാക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷെ ഫിറോസ് സാർ പറഞ്ഞ പോലെ തന്നെ വന്നിട്ട് എനിക്ക് അത് വരാൻ ഒരു പോരായ്മ തോന്നിയില്ല. കാരണം എന്ത് ചെയ്യണം എന്നുള്ളത് കുട്ടികൾ പറഞ്ഞു. എന്തായാലും രണ്ടാളും മിസ് ചെയ്യും. സാറിന്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഓൾവേസ് വെൽക്കം എല്ലാവരോടാണ്. പറയാ എന്നോടാ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കില്ല. ഷെയ്ഖ് സാറിനെ കുറിച്ച് ഫസ്റ്റ് പറയാം. സാറെന്ന് പറഞ്ഞാല് അർജുനേട്ട പറഞ്ഞ പോലെ സാറ് തുടക്കത്തിൽ സാറായിട്ട് ഒരു രീതിയിലുള്ള ഒരു കോറിലേഷൻ ആർക്കും ഇവിടെ ഇല്ല. പിന്നീടാണ് സാർ ഇവിടെ കാണുന്ന അഭിഷേക് എന്ന് പറഞ്ഞ വ്യക്തിയെല്ലാം ഇത് നമ്മള് പിന്നെ എൻ്റെ ഓപ്പോസിറ്റാണ് സാർ. സാറിനോട് നമ്മളൊരു കാര്യം പറഞ്ഞ് സാറിന് അറിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൽ സാറിനൊരു കോംപ്രമൈസ് അങ്ങനത്തെ സംഭവം അങ്ങനെ തലയിലെടുത്ത് വെക്കുക അങ്ങനെ ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ വെച്ച് പെരുമാറുക അങ്ങനത്തെ സംഭവം സാറ് ഫുള്ളി ഫ്രീ ആണ്. നമുക്ക് ഏത് സമയത്താണ് സാറിനെ വിളിക്കുക. സാർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് സാറിന് എന്താണ് അറിയുക, സാറിന് എന്താണ് അതിൽ സാറിൻ്റെ അഭിപ്രായം സാറെ കറക്റ്റ് പറയുക. അപ്പോൾ സാറിൻ്റെ ഒരു ബ്രദറിനുള്ള രീതിയിൽ തന്നെയാണ് സാറിനെ കാണുന്നത്. സാറിനെ അതിലായിട്ട് സാറിന് വിളിക്കും നിങ്ങളെ അതിൽ നിന്നൊക്കെ ഞാൻ പറയലുണ്ട്. അഭിഷേക് ഭായി എന്നൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കാരണം സാർ അത്രയും ഫ്രീ ആണ്. നമ്മളോട് എന്ത് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുക അതാക്കാനൊക്കെ പറയും. ചൂടിന് അറിഞ്ഞു കഴിഞ്ഞാൽ സാറ് വേറെ തന്നെ. നിങ്ങൾ എത്ര പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് അത് കിട്ടിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. സാറിന് എനിക്ക് നല്ലപോലെ ആ രീതിയിൽ അറിയാം. പിന്നെ രഞ്ജിത് സാർ എന്ന് പറയുന്നത് നമുക്കറിയാം. സാറ് രണ്ടാമതൊരു ഞാൻ വന്ന് 2 മാസം കഴിഞ്ഞാണ് സാറോട് തോന്നുന്നത്. കുറഞ്ഞ കാലങ്ങളിൽ തന്നെ നമ്മൾ പൊതുവെ ഞാനും സാറ് സംസാരിക്കുക ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ രഞ്ജിത് സാർ അധികം സംസാരിക്കാറ്. സാറ് പ്രൊഫഷണലുള്ള സാർ ടീമിൻ്റെ കാര്യങ്ങളായി സാറുമായിട്ടാണെങ്കിലും സാറ് നമുക്ക് എല്ലാ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സാറ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ സാറിനോട് തമാശ ഇങ്ങനെ പറഞ്ഞു സാർ എനിക്ക് കന്നഡങ്ങനെ പഠിപ്പിച്ചു തരാൻ കാരണം എന്താണ് പഠിച്ചത് സാറിന് എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാറിന് ആഗ്രഹമാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു സാറത് പറഞ്ഞു തരാം. സാറിനോട് ചോദിച്ചാൽ സാറ് പറഞ്ഞു തരാത്ത അവസ്ഥ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. രണ്ടുപേരും ഈ ഒരു സ്പേസിൽ എത്രത്തോളം എഫക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ബാധകമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇല്ലാതായിരിക്കുന്ന എൻ്റെ ഒച്ച ഇവിടെ എന്തായാലും ഇല്ല. അതുപോലെ തന്നെ ഇയാൾ അല്ലെങ്കിൽ ആ ആളെന്ന് പറഞ്ഞ ആൾ ഈ സ്പേസിൽ അത്രയ്ക്കും ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ ഇത്രയും കാലയളവിൽ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തിയാണ്. ഇവർ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാവർക്കും വേണ്ട രീതിയിൽ എഫക്റ്റ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആയില്ലെങ്കിലും നമുക്ക് ചെയ്യാനില്ല. അതാണ് അത് അവരെ പോരായ്മയായിട്ട് അവരെടുക്കുക. ഫസ്റ്റ് മന്ത് ഒന്ന് പറയണ്ടേ? ഫസ്റ്റ് മന്ത് ഞാൻ സാറിന് ഫസ്റ്റ് സെമിനാറിന്റെ ആളത്തിലാണ് ഞാൻ കാണുന്നത്. ഇത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് സാറ് ഇതിനകത്ത് ലാപ്പിൽ ഒരു പ്രസന്റേഷൻ പോലെ ചെയ്താൽ പോരെ. സാറെന്തിനാ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വരുന്നത് ഞാൻ വിചാരിച്ചു. അന്ന് ഇവിടെ ഉള്ളവർ എല്ലാവരും ഒരു കൗതുകത്തോടെ സാറിനെ നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് വരുന്ന ആവശ്യം ലാപ്പിൽ ഇങ്ങനെ പറഞ്ഞാൽ പോലെ. ഓരോരുത്തരും പഠിച്ചത് ഓരോരുത്തരും ശീലിച്ച കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ആൾക്ക് മാറ്റാൻ പറ്റില്ല. പേപ്പറിൽ ചെയ്ത ആൾക്ക് പേപ്പറിൽ വേണ്ടി ചെയ്യേണ്ടി വരും. സാറിന്റെ കാര്യം വേറെ പറഞ്ഞാല് സാറാണ് ശരിക്കും ഈ കാര്യം പഠിപ്പിക്കും.
പൊതുവെ എല്ലാവരും ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് തീർന്നു. അത് അഭിഷേക് സാറാണ് പഠിപ്പിച്ചത്. ഒന്നും വാട്സപ്പിലല്ല, എല്ലാം ഡോക്യുമെന്റ്സ് ആയിട്ട് വേണം. അതായത് മെയിൽ അയക്കണം, എല്ലാ കാര്യം. അതായത് എന്ത് കാര്യം, ഒരു പെണ്ണ് എന്നുള്ള കാര്യം മെയിൽ അയക്കണം എന്നുള്ളത് എക്സാമിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡാണ്. കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാവും. രണ്ടാണെങ്കിലും ഫസ്റ്റ് ആരുടെ ജോയിൻ ചെയ്താലും ഇവിടത്തേക്കാണ് വരാറ്. എല്ലാവരെക്കാളും മുന്നേ എനിക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. രണ്ടാളും പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, പെട്ടെന്ന് അത് മനസ്സിലാക്കില്ല ആളെങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എങ്ങനെയാണ്, പിന്നെ എനിക്ക് മനസ്സിലായി ആൾ ഓക്കെയാണ്. നിങ്ങൾ രണ്ടാളാണെങ്കിൽ ഞാൻ അഭിഷേകിന്റെ പേരാ വിളിക്കുന്നത്. വിളിക്കുന്നതിനൊക്കെ ഞാൻ വിളിച്ചില്ല. എനിക്കൊരു എന്റെ ബ്രദറി എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അതിവിടെ എല്ലാവരും കൊളീഗ്സിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യും. പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോഴും അപ്പോൾ ആ ശരിക്കും മനസ്സിലായി നമ്മൾ കൂടെ ആരാന്നുള്ളതെന്നുള്ള ആ ലിസ്റ്റിൽ ഞാൻ എല്ലാം ഉണ്ടായിരുന്നു. മിസ് ചെയ്യും പറയാൻ ബെസ്റ്റ് വിഷസ് എന്ന് പറയുന്നത് ബെസ്റ്റ് പൗണ്ട്